നമസ്കാരം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് കേരളത്തിൽ ചില വിവാദ യൂട്യൂബർമാരെ പോലീസ് പൊക്കുന്നത്, അവർക്കെതിരെ കേസെടുക്കുന്നത്. ചില ആളുകളെ പോലീസിന് പൊക്കാനായിട്ടില്ല, അവർ ഒളിവിലാണ്. ഒളിവിലുള്ള വളരെ പ്രധാനപ്പെട്ട യൂട്യൂബർ ആരാണെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന യൂട്യൂബറാണ്. അദ്ദേഹത്തിന്റെ ചാനൽ പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലാണ്. ഇപ്പോഴും അദ്ദേഹത്തെ പിടികൂടാനായിട്ടില്ല എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ രാജൻ ജോസഫിനെ പോലീസ് ആദ്യം പൊക്കി, പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങി വന്നു. വീണ്ടും ഇവിടെ ആളുകളെ അപമാനിക്കുന്ന പണി തുടർന്നു. വീണ്ടും പരാതി ഉണ്ടായി, പോലീസ് പൊക്കി, അതിനുശേഷം ജയിലിലായി. മറ്റൊരു യൂട്യൂബർ എന്ന് പറയുന്നത് ഒരു സ്വാമിയാണ്. ബ്രഹ്മ ബൂമർ, ബ്രഹ്മ കോഗ്നിഷൻ എന്നൊക്കെ പേരിലുള്ള ചാനലുകൾ ഇദ്ദേഹം നടത്തുന്നുണ്ട്. വളരെ ആദ്യം മുതൽക്കേ ഇദ്ദേഹം ചാനലുകൾക്കൊക്കെ തംബ്നെയിലായി കൊടുക്കുന്നത് വളരെ മോശപ്പെട്ട ചില വാക്കുകളാണ്. അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, കിട്ടിയില്ല. അഭിപ്രായം പറയാനും കഴിഞ്ഞില്ല. ഈ അടുത്ത സമയത്തായി അദ്ദേഹം കടുത്ത മുസ്ലിം വിരുദ്ധത പറയാൻ തുടങ്ങി. അത്തരത്തിലുള്ള തംബ്നെയിലുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ ഇദ്ദേഹത്തിന്റെ ചാനൽ ശ്രദ്ധിക്കാറില്ല. ഏതൊരു വിഭാഗത്തെയും അങ്ങനെ മോശപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഏറ്റവും അവസാനം ഇദ്ദേഹത്തെ പോലീസ് പൊക്കി. തമിഴ്നാട്ടിൽ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി പോലീസ് ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചെടുത്തു. പിന്നീട് മലപ്പുറം സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിന് ഹാജരാകേണ്ടി വന്നു. എന്തായാലും ഇദ്ദേഹം പോലീസ് പിടികൂടി പുറത്തു വന്നാൽ പൂർവാധികം ശക്തിയോടുകൂടെ ഇദ്ദേഹത്തിന്റെ പണി തുടരും എന്നായിരുന്നു ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഇവിടെ മറ്റു യൂട്യൂബർമാർക്കൊക്കെ ഒരു മാതൃക എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് മാറാനായി എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പോലീസ് പൊക്കിയത് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാലിക്കുട്ടിയെ അപമാനിച്ചു, മതസ്പർദ്ധയുണ്ടാക്കുന്ന ചില വാക്കുകൾ ഉപയോഗിച്ചു, അത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചു എന്നൊക്കെയുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്വമേധയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. ഇത്തരത്തിലൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓഫീസുമായി ഞാൻ ബന്ധപ്പെട്ടു. ഇത്തരത്തിലൊരു പരാതി ഉണ്ട് എന്ന് കേൾക്കുന്നു, ഈ കക്ഷിയെ പോലീസ് പിടികൂടി എന്ന് പറഞ്ഞു കേൾക്കുന്നു. യഥാർത്ഥത്തിൽ പരാതിക്കാരൻ ആരാണ്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന്റെ നമ്പറിലാണ് വിളിച്ചത്. വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ ഏതോ ഒരു സഹായിയാണ് ഫോൺ എടുത്തത്. എന്നാലും അദ്ദേഹം എന്നോട് പറഞ്ഞത് കേട്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. അതായത് ഇത്തരത്തിലൊരു പരാതി ആര് കൊടുത്തു, എപ്പോൾ കൊടുത്തു എന്നതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. മിനിസ്റ്റർ ഇക്കാര്യം അറിഞ്ഞിട്ടുമില്ല, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ 100 കാര്യങ്ങളുണ്ട്. ഈ 100 കാര്യങ്ങൾക്കിടയിൽ ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത് എന്ന ഒരു മറുചോദ്യമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇവിടെ പരാതി കൊടുത്തത് ഒരു യൂത്ത് ലീഗിന്റെ നേതാവാണ്. പക്ഷെ പോലീസ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലല്ല കേസെടുത്തത്, സ്വമേധയാ പോലീസ് കേസെടുക്കുകയാണ്. സോഷ്യൽ മീഡിയ പെട്രോളിംഗ് നടത്തിയതിന്റെ ഭാഗമായി ചില വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു, അതിന്റെ ഭാഗമായി കേസെടുത്തു എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും ഇവിടെ ഈ സംഭവമൊക്കെ കഴിഞ്ഞു, സ്വാമി പുറത്തിറങ്ങി, ജയിലിലൊന്നും പോയില്ല. ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് വിട്ടയച്ചു. വിളിക്കുന്ന സമയത്ത് ഹാജരാകണം എന്ന ഒരു വ്യവസ്ഥയിലാണ് വിട്ടയച്ചത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അതിനുശേഷം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, ഇദ്ദേഹത്തെ പോലീസ് പൊക്കിയതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്നോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹം എന്നെ ഇങ്ങനെ മോശമാക്കേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ ഒരു കമന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഒരു വീഡിയോയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അതിന് മറുപടിയും കൊടുത്തു. അതിനുശേഷവും ഞാൻ ഇദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചു, എനിക്ക് കിട്ടിയില്ല. എന്തായാലും ഇവിടെ ഈ പോലീസ് പിടിച്ച് വിട്ടയച്ചതിന് ശേഷം ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. ആ വീഡിയോ കണ്ട ആളുകൾ ഇദ്ദേഹം വീണ്ടും ഇവിടെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി എന്നൊക്കെയുള്ള ചില വീഡിയോകൾ ചെയ്തിരുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു. ആ വീഡിയോയിൽ ഇദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വിഷയം കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ ഈ ബ്രഹ്മ കോഗ്നിഷൻ ചാനലിന്റെ ഉടമ അല്ലെങ്കിൽ ബ്രഹ്മ ബൂമർ ചാനലിന്റെ ഉടമ ഈ സ്വാമിയും പറയുന്നത് അത് തന്നെയാണ്. അതായത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല എന്ന രീതിയിൽ ഒരു ഇടപെടൽ അദ്ദേഹം നടത്തി എന്നാണ് ഈ സ്വാമി പറയുന്നത്. ചിലപ്പോഴൊക്കെ മോശമായ രീതിയിലുള്ള തംബ്നെയിലുകളും വീഡിയോകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വ്യാപകമായി ചില വിഷയങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ചില ആളുകൾ മെക്കിട്ട് കയറുന്നു. അങ്ങനെ നിയന്ത്രണം വിട്ടുപോയി ഒരു ദുർബല നിമിഷത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി
അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതികരണങ്ങൾ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഒട്ടും നല്ല സമയമായിരുന്നില്ല. പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ ആ പ്രകോപനത്തിൽ വീണുപോയി, ചിലതൊക്കെ പറഞ്ഞുപോയി. അത് തെറ്റാണ് എന്ന് ഇദ്ദേഹം ആ വീഡിയോയിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇദ്ദേഹം എന്തായാലും ഇനി ആ പണി ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഇദ്ദേഹം ചെയ്ത വീഡിയോയിലൊന്നും അത് ചെയ്തിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മനസ്സ് തുറപ്പിച്ചു എന്നാണ്. ഞാൻ അദ്ദേഹത്തെയാണ് കുറ്റപ്പെടുത്തിയത്. അദ്ദേഹം നിലവിളക്ക് കൊളുത്താത്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഞാനിവിടെ ആ വീഡിയോയിലൂടെ പറഞ്ഞത്. മോശമായി പോയി. പക്ഷെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം ഒരു നടപടി പോലീസിനെ കൊണ്ട് എടുപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം 2 വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹം അതൊന്നും സാരമില്ല സ്വാമി, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഇടപെടലുകളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ആ വിഷയം തന്നെ കണ്ടില്ലെന്ന് നടിച്ചു എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. അക്കാര്യം എനിക്കറിയില്ല. എന്നോട് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഈ കേസിലെ പ്രതിയായിട്ടുള്ള, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അപമാനിച്ചു എന്ന് പറയുന്ന കേസിലെ പ്രതിയായിട്ടുള്ള ഈ കക്ഷിയാണ് ഇതൊരു വീഡിയോയിലൂടെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു പെരുമാറ്റം കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടുകൂടെ എനിക്ക് എന്റെ കണ്ണു തുറക്കാനായി, ചിലതൊക്കെ കാണാനായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും എന്നെ പിടിച്ച് ശിക്ഷിച്ചിരുന്നു എങ്കിൽ, മറ്റേതെങ്കിലും രീതിയിൽ എന്നെ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ, എന്നെ പിടിച്ച് ജയിലിലിട്ടിരുന്നു എങ്കിൽ എനിക്ക് വേദനയുണ്ടാകുമായിരുന്നില്ല. ഇതൊരു വല്ലാത്ത ശിക്ഷയായി പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മനസ്സ് തുറപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത്തരം വഴികളിലൂടെ സഞ്ചരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്ത വീഡിയോകളൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു മനുഷ്യന് ഇതുപോലുള്ള ഇടപെടലുകൾ, ഒരു മനുഷ്യന്റെ മനസ്സ് മാറ്റാൻ കഴിയുമെങ്കിൽ തീർച്ചയായും ആ ഒരു വഴിക്ക് ഏവർക്കും ചിന്തിക്കാവുന്നതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. ചില ആളുകൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് വേണ്ടി ചില വീഡിയോകളും തംബ്നെയിലുകളും ഒക്കെ ഇവിടെ കെട്ടിച്ചമക്കും. എന്നിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ അതിൽ വീഴ്ത്തും. വീഡിയോ ചെയ്യുന്ന ആൾക്ക് തീർച്ചയായും അതിന്റെ ഗുണമുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും റവന്യൂ ലഭിക്കും. പക്ഷെ തെറി പറയുന്ന ആളുകൾ പിന്നീട് കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മുണ്ടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇരു വിഭാഗങ്ങൾ പോകും. ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ മാതൃകാപരമാണ് എന്ന കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ചില ദുർബല നിമിഷത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രകോപനങ്ങളുടെ ഭാഗമായി ചില ആളുകളൊക്കെ വഴിതെറ്റിപ്പോകും. അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ആളുകളുടെ, അനുഭവ സമ്പത്തുള്ള ആളുകളുടെ ഇടപെടലിന് കഴിയും എന്ന് തന്നെയാണ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത്. എന്തായാലും തിരുത്താൻ തയ്യാറായ സ്വാമിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്.